ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഇവിടെ പഠിപ്പിച്ചത് സിയാറത്ത്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഈ സിയാറത്തിന്റെ സമയത്ത് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമെന്താ? അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ പറഞ്ഞു. നമ്മൾ സിയാറത്ത് ചെയ്യൽ ഏറ്റവും സുന്നത്തായ കാര്യമായിട്ട് ഇസ്ലാമിൽ തർക്കമില്ലാത്ത കേസാണ് സിയാറ. പിന്നെ ഉള്ള കേസ് എന്താന്ന് ചോദിച്ചാൽ, ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്ത് അവിടുത്തെ ആ യാറത്തിന്റെ മുകളിലിട്ട തുണി ഒന്ന് തൊട്ടുപോയാൽ മുത്തിപ്പോയാൽ പട്ടച്ചോരെ പറ്റിച്ച് ഒന്നും സംഭവിക്കൂല. ഈ മുത്തിനെ എന്തിനാന്നറിയോ? കബിലുദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബുദ്ദിയാരി സഖഫന ഖൽബി വലാകിൻ ഹുബ്ബുമാ സകന ദിയാറ. ഇതിന്റെ ഉള്ളിലുള്ള ആളോടുള്ള ബഹുമാനാണ്. ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോടാണ് ആ ബഹുമാനമുള്ളത്. മഹാന്മാർ ഉപയോഗിച്ചത് അവർ കിടക്കുന്ന സ്ഥലമൊക്കെ ബർക്കത്ത. സിയാറത്ത് അള്ളാഹു അവിടെ പരിചയപ്പെടുത്തിയ സാധന. ആദ്യം തന്നെ അല്ലാഹു തആല ഈ സമൂഹത്തിനെ പഠിപ്പിച്ചത് നമ്മളെ നേതാവിനെ സിയാറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ്. നമ്മളെ നേതാവാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സിയാറത്ത് ചെയ്യിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അവന്റെ പ്രവർത്തനം പരിശുദ്ധമാണ്, ചോദ്യം ചെയ്യപ്പെടാവതല്ല. ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണ്. എങ്ങനത്തെ റബ്ബ്? അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയുടെ ശരീരത്തോടുകൂടെ ആ റബ്ബ് അവരെ രാപ്രയാണം നടത്തിയിരിക്കുന്നു. രാത്രി ഇതാ കൊണ്ടുപോയിരിക്കുന്നു. അസ്റാ ബിഅബ്ദിഹി, അള്ളാഹുവിന്റെ അടിമയുടെ ശരീരത്തിനെ അള്ളാഹു രാപ്രയാണം നടത്തി. എവിടുന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ബഹുമാനികളെ, ലോകത്ത് ഏറ്റവും ഷറഫുള്ള പള്ളി ഏതാ? ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി ഒന്നാണ്. അതേതാ? മസ്ജിദുൽ ഹറാം അല്ലേ? മക്കത്തുള്ള പള്ളിക്കാണല്ലോ ലക്ഷങ്ങളുടെ പവറുള്ളത്. ഏറ്റവും സ്ഥാനമുള്ളത് അവിടെയാണ്. രണ്ടാം സ്ഥാനമുള്ളത് ഏതാ? മദീനത്തെ പള്ളി അല്ലേ? മൂന്നാം സ്ഥാനമുള്ളതാണ് ഇത് ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്ന് പള്ളിക്ക് ഏറ്റവും വലിയ മഹത്വമുണ്ട്. ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറാം, രണ്ട് മസ്ജിദുൻ നബവി, അതായത് റസൂലുള്ളാഹിന്റെ പള്ളി, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്നാം സ്ഥാനമുള്ള പള്ളിക്കാണ് ഒന്നാം സ്ഥാനമുള്ള പള്ളിന്ന് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കണം. മൂന്നാം സ്ഥാനമുള്ള പള്ളിയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നു മസ്ജിദുൽ അഖ്സയിലേക്ക്. ആകാശാരോഹണത്തിനാ കൊണ്ടുപോകുന്നത്, മിഅ്റാജിനാ പോകുന്നത്. അവ മിഅ്റാജിന് പോകാൻ സൗകര്യം അവിടെയാണ്. കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുന്ന് ആകാശത്തേക്ക് ഷോർട്ട് വഴിയുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ലേശം ഒരു കുറുക്ക് വഴിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണ് കയറിയെത്താ എന്നുള്ള നിലക്കാണോ മസ്ജിദുൽ അഖ്സയ്ക്ക് ഉണ്ടായത്? അതല്ല. പിന്നെന്താ? ഇതിനേക്കാളും പുണ്യം ആ സ്ഥലത്തായതുകൊണ്ടാണ്? അതും അല്ല. പിന്നെന്താ? എന്തിനാ അങ്ങോട്ടും ഉണ്ടായത്? എന്തേലും കാര്യം ഇവിടെ ഒന്നാം സ്ഥാനല്ലേ, ഇവിടുന്നല്ലേ കൊണ്ടുപോകേണ്ടത്? അതിന് കാരണം അല്ലാഹു പറയുന്നത് ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. ഖാലല്ലാഹു അസ്സ വജൽ. എന്താ ബർക്കത്ത്? ഒരുപാട് മഹാന്മാര് അന്തിയുറങ്ങുന്ന സ്ഥലമാണത്. അല്ലാഹുവിന്റെ മഹാന്മാരാ അമ്പിയാക്കന്മാര് ധാരാളം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനം അവിടെയുണ്ട്. ബാറക്നാ ഹൗലഹു, അവിടെ ഒരു മൗലവിക്ക് അർത്ഥം വെച്ച് ബാറക്നാ ഹൗലഹു പള്ളിയുടെ പവിത്രതയാണ് വിവരിക്കുന്നത്. പള്ളിയുടെ പവിത്രത പള്ളിക്കാട് പറഞ്ഞിട്ടാ. ബാറക്നാ ഹൗലഹു എന്ന പള്ളിപ്പറമ്പാണ്, പള്ളിയല്ല. ബാറക്നാ ഹൗലഹു പള്ളിന്റെ ചുറ്റുഭാഗത്തെ നാം ബർക്കത്ത് ചെയ്തു. പള്ളിയുടെ ബർക്കത്തല്ല പറയുന്നത്, പള്ളി മുത്തബറക്ക. പള്ളിന്റെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തു പറഞ്ഞാൽ ഏതാണത്? പള്ളിപ്പറമ്പ്. പള്ളിപ്പറമ്പിൽ എന്താ ബർക്കത്ത്? തേങ്ങാകോലെ. ലിഅന്നഹു മഖ്ബറത്തുൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, പരിശുദ്ധരായ അമ്പിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത്.
അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് പള്ളിപ്പറമ്പിനെ നാം ബർക്കത്ത് ചെയ്തു എന്നല്ല പറഞ്ഞത്. ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. അവിടേക്കാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഓലൊക്കെ ഒന്ന് കണ്ട് ഒക്കെ സലാം പറഞ്ഞ് റാഹത്തായിട്ട് പോകണമെന്ന് പോകാൻ. ഇപ്പൊ നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ പോകുമ്പോണ്ടല്ലോ മടവൂരൊന്ന് പോണു, ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ അവിടെ ഒന്ന് പോയി സിയാറത്ത് ചെയ്തിട്ടാണ് ഒന്ന് പോവുക. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോവുക. അത് മൂപ്പരെ പടച്ചോനാക്കിയതാ. ഇത് പടച്ചോൻ ഇവിടെ കിടക്കട്ടെ, അപ്പോൾ നമ്മൾ പടച്ചോനെ എടുത്തൊന്ന് പോവാന്ന് പറയില്ല. അത് പടച്ചോനല്ല, ഒന്നുമല്ല, അതൊക്കെ നമുക്കറിയാലോ. അല്ലാഹു തആലയുടെ മഹാന്മാരെ പടച്ചോനാന്നുള്ള നിലക്കല്ല സുന്നി സന്ദർശിക്കുന്നത്. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാർ, അവർക്ക് ബഹുമാനങ്ങളും ആദരവുകളും അള്ളാഹ് നൽകി, അത് ചെയ്യണം. ഹജറുൽ അസ്വദ് നിങ്ങൾ എന്തിനാ മുത്തുന്നത്? എങ്ങനെ ഇവർക്കത് കയ്യ? ഇവിടുന്ന് 1,00,000 ഉറുപ്പ്യ മുടക്കി ഹജ്ജിന് പോയി കരിപ്പൂരെത്തി ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം ഒക്കെ മാറ്റിയില്ലേ? ഒരുത്തെങ്ങനെയാണ് ചിന്തിക്കുക? ഇവര് അധികം പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നേരം പോയിട്ട് വൈകുന്നേരം വരെ ചിന്തിക്കാനേ. എന്നിട്ട് എന്താ കിട്ടിയത്? ഖുർആൻ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? മനസ്സിലാവണമെന്ന് തോന്നുന്നു മനസ്സിലാകുമോ? പിന്നെ എന്ത് ചിന്തിക്കാനാ പറയുന്നത്? ചിന്തിക്കണ മനസ്സിലാവണ തോന്നൂല എന്നല്ലേ പറയണത്? മസാലിന്റെ അടിസ്ഥാനതല്ലേ? ഈ യൂണിഫോം ഒക്കെ മാറ്റി കേവലം ഒരു തുണി, ഒരു മുണ്ട്, നിയ്യത്തൊക്കെ ചെയ്ത് പ്ലെയിനിൽ കയറി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് വിളിച്ചിട്ട് ഇതാ വരുന്നത് കണ്ടിട്ടാ പോണത്. അങ്ങനെ ജിദ്ദയിൽ ഇറങ്ങി മക്കം പോയാൽ ബൈത്തുൽ ബല മസ്ജിദുൽ ഹറാമിൽ കടന്നാൽ അവിടെ തയ്യത്ത് നിൽക്കാറല്ല, അവിടെ തവാഫല്ലേ ചെയ്യണത്. ആ തവാഫ് തുടങ്ങൽ എവിടുന്ന? ഹജറുൽ അസ്വദിന്റെ അടുത്തുനിന്നല്ലേ? ഹജറുൽ അസ്വദ് കാരണം എന്താ? പടച്ചോന. ആ കല്ലുമ്മ പോയിട്ട് ഒന്ന് മൊത്തണ്ടേ, അത് ചുംബിക്കണ്ടേ? അത് ചുംബിക്കണം. സൗകര്യം ഇല്ലെങ്കിലോ, തിരക്കൊണ്ട് കഴിഞ്ഞില്ല നിൽക്കുക, എന്നാ കൈയുണ്ടെങ്കിലും തൊട്ട് മൊത്തണം. അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് ഇഷാറെങ്കിലും ചെയ്യണം, അല്ലേ? എന്നിട്ട് അവിടെ നിന്നാ തുടങ്ങുന്നത്. പിന്നെ ചുറ്റെത്തി ഇവിടെ എത്തുമ്പോ പിന്നെയും പണി, ആ പണിയിരിക്കണം. ഇങ്ങനെ 7 വട്ടങ്ങൾ ചുറ്റും. നിങ്ങൾ നല്ലോ ശ്രദ്ധിക്കണം. സാധാരണക്കാരൻ ഇവര് ആളെ പറ്റിക്കാൻ നടക്കുക. ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരുത്തൻ ചിന്തിക്കുകയാണ്, പടച്ചോനെ ഞാൻ നല്ല സൗകര്യമുള്ള ആളെ, നാട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക, സുഖമായി കടന്നുറങ്ങുക, എല്ലാ സൗകര്യമുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആരെ തെരഞ്ഞപ്പോൾ ഈ നടക്കുന്നത്? ഇതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക നടക്കുന്നുണ്ടല്ലോ. ആരെ തെരഞ്ഞെടുക്കുക? പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചാ എന്താ മറ്റേ ആരെ തെരഞ്ഞു പോവുക? എന്താ പറയാ? അല്ല അത് തന്നെ. അതെന്ത് പടച്ചോൻ പറഞ്ഞത് ഇത് ചെയ്തോ, ഇതിനെ ബഹുമാനിച്ചോ. ഇതിവിടെ ഈ കല്ലും ഇതൊക്കെ ഉള്ള ഈ കെട്ടിടമുണ്ടല്ലോ, ഇതിന്റെ ചുറ്റുഭാഗത്ത് ഇനി നടക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞത് നടന്നോളണം. പിന്നെ അതിന്റെ യുക്തിയും കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ആ കല്ല് ചെന്ന് ചുംബിച്ചോ പടച്ചോനാന്ന് വിചാരിച്ചിട്ടല്ല. ഇതൊക്കെ അള്ളാഹു ബഹുമാനിച്ചതാണ്. അതാ പറഞ്ഞതുപോലെ ചെയ്തോളണം. അത് കഴിഞ്ഞ് ആ തവാഫൊക്കെ കഴിഞ്ഞാലോ പിന്നെ വേറെ സാധനമാണ്. എന്താ അവിടുത്തെ ബഹുമാനം? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ഖുർആന്റെ ശൈലി, 1-ാം നമ്പർ സുന്നി ശൈലി. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ഭൂമി ലോകത്തിൽ മനുഷ്യനിക്ക് ആരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല വെക്കപ്പെട്ട ആദ്യത്തെ വീട് ഏതാണ്? ലല്ലദീ ബിബക്കത്ത, മക്കയിലുള്ള വീടാണ്. ലല്ലദീ ബിബക്കത്ത മുബാറകൻ, അത് ബർക്കത്താക്കപ്പെട്ടതാണ്. ബർക്കത്ത് തന്നെ ഒരു സംഗതി ഉണ്ട്. സ്ഥലങ്ങൾക്ക് ബർക്കത്തുണ്ട്, ആളുകൾക്ക് ബർക്കത്തുണ്ട്, സമയങ്ങൾക്ക് ബർക്കത്തുണ്ട്, വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്. മുബാറക, ആ സ്ഥലം ബർക്കത്താക്കപ്പെട്ടതാണ്, ആ വീട് ബർക്കത്താക്കപ്പെട്ടതാണ്. എന്താ ബർക്കത്താണ് കാരണം? എത്രയോ മഹാന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്, അവരുടേതായ കയ്യിന്റെ സ്പർശനമേറ്റ സ്ഥലമാണ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അത് തന്നെയാണത് മുത്തബറക്കായത്.
വഹുദൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും സന്മാർഗ ദർശനം അവിടെയുണ്ട്. എല്ലാ ആളുകൾക്കും അവിടെ ഹിദായത്തുണ്ട്. അതിന്റെ പുറമെ റബ്ബ് പറയുന്നത് ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അല്ലാഹു ഒരുവനാണ് എന്നതിൻ്റെ മേൽ അടിസ്ഥാനപരമായി വ്യക്തമായ രേഖകളും അവിടെയുണ്ട്. അള്ളാഹിന്റെ തൗഹീദിന് അവിടെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒന്നാമത്തെ തെളിവ് പറയുന്നത് എന്താ? മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമാണ് അവിടെ. ഇബ്രാഹിം നബിന്റെ പാദസ്പർശനമേറ്റ സ്ഥലം അല്ലാഹു തആലാന്റെ തൗഹീദിന്റെ രേഖകളാണ് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പരിശുദ്ധാത്മാക്കളായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും അവർ ബന്ധപ്പെട്ട സ്ഥലങ്ങളും മുഴുവനും തന്നെ അല്ലാഹു തആലാന്റെ തൗഹീദിന്റെ രേഖകളാണ്. ഖുർആൻ പറയുന്നത് ഫീ ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി പരിശുദ്ധമായ കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി നിന്ന സമയത്ത് ചവിട്ടി നിന്ന കല്ലാണ് ഏത്? ഇബ്രാഹിം മഖാം തന്നെ. ആ ഇബ്രാഹിം ആ കല്ലുണ്ടല്ലോ, ഇപ്പൊ ഒരു ഷൂവിന്റെ അത്ര ആയത്തിൽ കാണുന്ന ഫ്രെയിം ചെയ്ത് അതിന്റെ കൂട്ട്, അതിന്റെ നേരെ പിന്നിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഈ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. അള്ളാഹു പറയുന്നു ഇബ്രാഹിം മഖാമിലേക്ക് നിസ്കരിക്കപ്പെടുന്ന സ്ഥലമാക്കണം. അവിടെ പോയി നമ്മൾ ചിന്തിക്കാൻ, എന്താ ഇബ്രാഹിം നബിന്റെ കാലിൻ്റെ കാലും എന്താ വ്യത്യാസം? മൂപ്പര കാലിനും 5 വരലുണ്ട്, എൻ്റെ കാലിനും 5 വരലുണ്ട്. ഞാൻ എന്താ അവിടെ കരിച്ചോളാം, ഞാൻ ഇപ്പോൾ ഇവിടെ കരിച്ചോളാം? പറ്റൂല ചങ്ങായി, അവിടെ തന്നെ എടുക്കാൻ പണിയും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. എന്താ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? ഇബ്രാഹിം നബിന്റെ പാദസ്പർശനമേറ്റ ആ സ്ഥാനം നിസ്കരിക്കപ്പെടുന്ന സ്ഥാനമാക്കണം. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് ഇത്. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. എന്താ അതിന്റെ കാരണം? മഹാന്മാരെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലം ബർക്കത്തുള്ള സ്ഥലമാണ്, ബഹുമാനമുള്ള സ്ഥലമാണ്. അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അവിടെ സംസം എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടല്ലോ, വെള്ളം. അതേതാ? കെയർ ഓഫ് ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഇസ്മായിൽ. അതാ കെയർ ഓഫ്. മഹാന്മാർ ഉപയോഗിച്ച ഓലെ കാലിട്ടടിച്ചുണ്ടായതാ അല്ലേ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച വെള്ളമാണ്. അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മാഉ സംസം ലിമാ ശുരിബല. ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സംസം വെള്ളം ഒരാൾ കുടിച്ചതെങ്കിൽ അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ്, സഫലീകൃതമാണ്. ഖാല റസൂലുള്ളാഹി. എന്നാ ഞാൻ പോയിട്ട് എനിക്ക് കുടിച്ചിട്ട് ഒരു ഫലവും ഇല്ല. ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഉദ്ദേശ ശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ട എന്നാൽ തന്നെയും മൺകട്ടയാ. ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ അതൊന്നും ശരിപ്പെടില്ല. മുസ്തഫ നബിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞതാണ് മാഉ സംസം ലിമാ ശുരിബല. സംസം വെള്ളം ഏത് ലക്ഷ്യം വെച്ചൊരാൾ കുടിച്ചുവോ ആ ലക്ഷ്യം അവന് സാക്ഷാത്കരിക്കപ്പെടുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാൽപാദമിട്ടടിച്ച് ഉണ്ടായ വെള്ളം. ആ വെള്ളം ഇന്ന് നോക്കൂ സഹോദരന്മാരെ, സുന്നീനെങ്ങനെയാണ് മനുഷ്യൻ പോവുക? അള്ളാന്റെ ഭൂമിയിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കായ മോമിനീങ്ങൾ മുഴുവനും ഓല വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുപോകുന്നില്ലെങ്കിലും ഒരു 10 ലിറ്റർ വെള്ളം കൊണ്ടുപോകാത്ത മനുഷ്യനുണ്ടോ? നമ്മളെ നാട്ടിലെ കിണറിലോ തോട്ടിലോ പുഴയിലോ കടലിലോ വെള്ളമില്ലാത്തതിന്റെ പേരിലാണോ ആയിരക്കണക്കായ മൈലേജുകൾ താണ്ടിക്കൊണ്ട് ലക്ഷക്കണക്കായ ഉറുപ്പികനെ ചെലവാക്കി ഹജ്ജ് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 10 ലിറ്റർ വെള്ളവുമായി നിന്റെ നാട്ടിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനം എന്താ? ആ വെള്ളം മഹാന്മാരെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാൽപാദവുമായി ബന്ധപ്പെട്ടതാണ്. അത് ബർക്കത്തുള്ള വെള്ളമാണ്, നമ്മൾക്ക് പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് കൊണ്ടുവരുന്നതിൽ ഇപ്പൊ ബർക്കത്തില്ല എന്ന് പറയാനൊക്കോ? അല്ല, അങ്ങനെ അതിനൊക്കെ ഉണ്ട്. പിന്നെ ഏനാ ഇല്ലാത്തത്? എന്തായാലുള്ളത്? അത് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഈ കുടിച്ച് റാഹത്തായിട്ട് നേരെ പോണത് എങ്ങോട്ടാ? സഫായുടെ മുകളിലേക്കാ. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി
അൻ യത്തവഫ ബിഹിമാ. ഖുർആൻ പറയുന്നു ഇന്ന സഫാ വൽ മർവ, സഫ എന്ന് പറയുന്ന പർവ്വതം മർവ എന്ന് പറയുന്ന പർവ്വതവും മിൻ ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഷിആറുകളാണ്. എന്താ പാട് ചെന്നാൽ കാണാൻ കുറച്ച് മാർബിളും കാര്യമൊക്കെ ഉള്ളൊരു കല്ലും മഞ്ഞും എന്നൊക്കെ പാടായിട്ട് നല്ല ഉഷാറായിട്ടാണ് പോകാനുള്ളത്. അവിടെ കുറച്ച് പഴയ കല്ലുകളും ഉണ്ട്, പഴയ കാലത്തുള്ള ആ മലന്റെ കല്ല്. അങ്ങോട്ടിനി കയറുമ്പോൾ ഇന്ന സഫാ വൽ മർവ എന്ന് പറഞ്ഞിട്ട് കയറണ്. അല്ലാഹു അക്ബർ, വല്യോൻ അള്ളന്റെ മലല്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കയറി ഇതാ നേരെ പോകണ അങ്ങോട്ട് മർവയിലേക്കാ പോകുന്നത് അല്ലേ. ആ മർവയിലേക്ക് പോകുമ്പോൾ അതിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ കാണാൻ ഒരു പച്ച ലൈറ്റൽ മീനുള്ള ഖലർ. അവിടുന്ന് ഒരു സ്പീഡിൽ പോകണം, റംലി നടത്തും, ഒരു സ്പീഡിലാണ് പോകണം. എന്താ ആൾക്കാരൊക്കെ ഓടുന്നവോ? എന്താ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? എന്താണ് അതിന്റെ കാരണം? മുൻഗാമികളെ ചരിത്രം പരിശോധിച്ചോ. ബഹുമാനപ്പെട്ട ഹാജറ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവിടെ കൊണ്ടാക്കിയ ഉപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയഖീമുസ്സലാ. പടച്ചോനെ, എൻ്റെ മകളെയും എൻ്റെ ഭാര്യനെയും കുട്ടിനെയൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കൃഷി സൗകര്യങ്ങളോ ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഇജ്ജ് ഏറ്റെടുക്കണം, ഇജ്ജ് നോക്കിക്കോ, എൻ്റെ മുഹറമായ വീട്ടിൻ്റെ അടുക്കലാണ് ഞാൻ നിർത്തുന്നതെന്ന് എൻ്റെ മൂപ്പര് നേരെ പോകണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വെള്ളം വേണം, ദാഹിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ ഹാജറ ബീവി ആകെ ബേജാറായി ഓടുകയാണ്. വെള്ളമുണ്ടോ നോക്കിയിട്ട് എങ്ങോട്ട്? സഫായുടെ മുകളിലേക്ക്. ആ സഫന്റെ മുകളിലേക്ക് അങ്ങനെ പോയി നോക്കിയാൽ, നേരെ സഫേന്ന് ഇങ്ങനെ നോക്കിയാൽ അവിടെ കാണാം ഇപ്പൊ സംസമുള്ളേ. ആ സ്ഥലത്തേക്ക് നേരെ നോക്കിയാൽ കാണും. പയ്യോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണുണ്ട്, ഇടയ്ക്ക് കുട്ടിക്ക് എന്തോ പറ്റുന്നുണ്ടോ എന്ന്. കുട്ടീനെ ഇവിടെ ആക്കിയത് ആ സഫായുടെ മുകളിൽ അങ്ങ് കയറി. അപ്പുറം നോക്കുമ്പോൾ വെള്ളമില്ല. ഇതാ അവിടെ നിന്ന് ഇറങ്ങി നേരെ മർവയിലേക്ക് ഓടുകയാണ്. ആ മർവയിലേക്ക് ഓടുമ്പോഴും ഇതാ കുട്ടിക്കെന്തോ സംഭവിക്കണുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവിടുന്ന് ഉറക് പൊട്ടുന്നത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലടിച്ച്. ആ രണ്ട് സ്മരണകളും നിലനിർത്താൻ വേണ്ടി സഫാ മർവാന്റെ ഇടയിൽ പൗരാണികരായ സാലിഹീങ്ങളെ ഓർക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു നടത്തം നിനക്ക് ശറആക്കി തന്നില്ലേ? നേരെ മറിച്ച് ഇപ്പൊ അവിടെ ഈ സഫയിലും മർവയിലും നടക്കുന്ന ഒരുത്തൻ ചിന്തിക്കാം, എന്താ പഠിച്ചോനെ ഞാൻ ഇപ്പൊ ഈ മൈൽസ് കണക്കിന് ഇവിടുന്ന് നടന്നിട്ട് എന്താ ഇപ്പൊ കിട്ടുക? നേരെ സഫയ്ക്ക് കടന്നിട്ട് നടക്കുക, അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക, പിന്നെ നടക്കുക, നടത്താം. എന്താ ഇതിന് കഥ? ഒന്നും ഒറ്റ കുത്തുന്ന കഥ ആലോചിച്ച് നോക്കി. പിടുത്തം കിട്ടൂല, പിടുത്തം ബാങ്ക് കിട്ടും. മുൻഗാമികളായ ആളുകളെ സ്മരിക്കാനാണ്, മഹാന്മാരായ ആളുകളുടെ ത്യാഗങ്ങൾ സ്മരിക്കുവാൻ, അവരെ ഓർക്കുവാൻ. അതൊന്നും യാതൊരു അബദ്ധങ്ങളും വരുന്നില്ല. അതൊക്കെ യഥാർത്ഥമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ തന്നെയാണ്. ഒരു അബദ്ധവും അതിൽ വരുന്നില്ല. ഞാൻ അതുപോലെ അറഫ, മീന, അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. മീനായിലൊക്കെ പോയിട്ട് കുറെ തമ്പിട്ട് ഇങ്ങനെ കുത്തിരിക്കന്നെ, പട്ടിണിയും കടന്ന് വെള്ളം കിട്ടൂല, വേണ്ടത്ര സൗകര്യം കിട്ടൂല. ഒരു ചായ ഇട്ടണമെങ്കിൽ എത്ര ഇടങ്ങാറാവണം. എന്താ പഠിച്ചോനെ ഞാൻ ഇപ്പൊ ഇവിടെ ഈ തമ്പിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത്, നല്ല സൗകര്യമുള്ള മനുഷ്യനാണല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരുണ്ടോ? അറഫേലി എന്താ അവിടെയൊക്കെ കാര്യം? ഒന്ന് നല്ലോണം ചിന്തിച്ചോ. ശരിക്ക് ബുദ്ധിയുള്ള, ശരിയായ ചിന്തയുള്ള, അള്ളാഹുവിനെ ഭയമുള്ള ഒരുത്തൻ ഈ പ്രസ്ഥാനത്തിൽ പോകൂല. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, യസ്ലഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബി അവ്വലുഹാ. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ എന്തുണ്ടോ നന്നായോ അതേ കാര്യങ്ങളെ കൊണ്ടല്ലാതെ നമ്മൾ നന്നാവില്ല. നമ്മളുടെ പൂർവികന്മാരായ ആളുകൾ ഇതെല്ലാം ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അതൊക്കെ നാം അംഗീകരിക്കണം. മഹാന്മാരായ ആളുകളുടെ എല്ലാ കാര്യങ്ങൾക്ക് ബർക്കത്തിന് നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാം 2 കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു. മകൻ യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്ടർ കിട്ടൂലേ? യൂസുഫ് നബിനോട് പോയി പറഞ്ഞു, ബാപ്പാക്ക് സുഖമില്ല, കണ്ണൊക്കെ നാസായിന്, ഇപ്പം ഇതായിന്. എന്താ യൂസുഫ് നബി? ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല, ഖുർആൻ മാത്രം പറയാം.
യൂസുഫ് നബി എന്താ ചെയ്തത്? തൻ്റെ ശരീരത്തിൽ ധരിച്ച ഷർട്ട് എടുത്തിട്ട് ഇത് ഹബൂബി ഖമീസി ഹാദ, ഇത് കൊണ്ടുപോയി പൊളിയാണ്. എന്നിട്ട് ഫൽഖൂ അലാ വജീബി, ഇത് വാപ്പാന മുഖത്തങ്ങ് വെച്ചോ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചതായ ഷർട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തങ്ങ് വെച്ചപ്പോൾ ഫർത്തദ്ദ ബസീറ, ഖുർആൻ പറയുന്ന കാഴ്ച മുടക്കി കിട്ടി. ആയുർവേദിക്കിലോ അലോപ്പതിയിലോ പിന്നെ അതുപോലെ യൂനൊരു ചികിത്സ മുറയിൽ പയന്തി രണ്ടാളെ രണ്ടും പോയിട്ടുണ്ട്. എന്നാ സുഖം കുറച്ച് പയന്തി ഞാൻ ഒരുപാട് സുഖാക്കി നല്ല റാഹരി നമുക്ക് ചെയ്യാം. ഒരു നല്ലൊരു പ്രവർത്തനമായിട്ട് എന്താ നമുക്ക് വെക്കന്മാരെ നേരെ കുറച്ച് പയന്തുണി എടുത്തിട്ട് അയിറ്റ ആ മൂത്തൊക്കെ ഒന്നിട്ട് വെച്ചാൽ അയിറ്റക്ക് സുഖമായിട്ട് നടക്കാലോ ജീവിക്കാലോ. ഇത് നമ്മൾ കയ്യോ? ഏതെങ്കിലും ഒരു ചികിത്സാ മുറയിൽ അതുണ്ടോ? ഇല്ലല്ലോ. എന്താ പിന്നെ യൂസുഫ് നബിന്റെ കുപ്പായം കൊണ്ടുപോയിട്ട് യാക്കൂബ് നബിന്റെ മുഖത്തുകാട് വിട്ടപ്പോൾ സുഖമായി ഖുർആൻ പറയണു. എന്താ ഫർത്തദ്ദ ബസീറ. മഹാന്മാരുടെ ശരീരത്തിൽ ഉപയോഗിച്ച വസ്തുക്കൾക്ക് ബഹുമാനമുണ്ട്. കാരണം അത് മുത്തബറക്കായ ശരീരമാണ്. അവരുടെ ശരീരവും ബർക്കത്തുള്ള ശരീരമാണ്. അതാണ് അതിന്റെ കാരണം. അതൊക്കെ സുന്നികളായ ഞങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ.